महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ഹസ്തിനപുരിയിൽ ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ പാണ്ഡവന്മാർ ഭരണം ഏറ്റെടുത്തതിൻ്റെ 36ാമത്തെ വർഷത്തിലാണ് ദ്വാരകയിലെ സംഭവങ്ങൾ അരങ്ങേറുന്നത്. വിശ്വാമിത്രൻ, നാരദൻ, കണ്വൻ, ശാകുന്തളത്തിലെ അഭിജ്ഞാന ശാകുന്തളത്തിലെ കണ്വൻ ആയിരിക്കാനിടയില്ല. ഇത് മഹാഭാരതത്തിൻ്റെ തന്നെ കഥാവിസ്തൃതിയുടെ 4ഓളം സന്ദർഭങ്ങളിൽ ഒരു കണ്വ മഹർഷിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇത് ഏത് കണ്വൻ എന്ന് നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ല. ശാകുന്തള കഥയിലെ കണ്വനാണോ, ശാകുന്തളത്തിലെ കഥ നളൻ്റെ ചൂതുകളിയിൽ സംഭവിച്ച പ്രമാദം കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖകരമായ കഥ മഹാഭാരതം കഥയ്ക്കും വളരെ മുമ്പ് നടന്നിട്ടുള്ളതാണ്. നിന്നെ ഒരു പഴങ്കഥ പറഞ്ഞ് കേൾപ്പിക്കാം എന്ന മുഖവുരയോടുകൂടിയാണ് ബൃഹദശ്വമിനി നളചരിതത്തിലെ കഥ ധർമ്മപുത്രരെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുന്നു. അപ്പം അതുകൊണ്ട് അത് വളരെ പ്രാചീനമായ ഒരു കഥയാണ്. അത് വെച്ച് നോക്കുമ്പോൾ കണ്വനും വളരെ പ്രാചീനനാണ്. എന്നാലും 4ഓളം സ്ഥലത്ത് കണ്വൻ എന്ന പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് മഹാഭാരതത്തിൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന കണ്വൻ അഭിജ്ഞാന ശാകുന്തളത്തിലെ കണ്വനായിരിക്കുകയില്ല എന്ന് വിചാരിക്കാനാണ് കൂടുതൽ ന്യായം. അതാണ് കൂടുതൽ യുക്തിസഹം എന്ന് തോന്നുന്നു. 36ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ സ്ത്രീപർവത്തിലെ ഗാന്ധാരി ശാപത്തിൻ്റെ സമയമായി. പക്ഷേ ഇതൊന്നും ഭഗവാനെ ബാധിക്കാതെ, ഭഗവാനെ നേരിട്ട് ബാധിക്കാതെ വ്യാസൻ പറയും, മനുഷ്യരുടെ നിയമങ്ങളും മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളും മനുഷ്യരുടെ സുഖദുഃഖങ്ങളും ബാധിക്കാത്ത ഭഗവാൻ കൃഷ്ണൻ ദ്വാരയിൽ സംഭവിച്ച സംഭവങ്ങളെ ഒന്നും തനിക്കും തൻ്റെ വംശത്തിനും തൻ്റെ കുടുംബങ്ങൾക്കും തൻ്റെ കുടുംബശാഖകൾക്കും ഗുണകരമാക്കി തീർക്കാൻ ശ്രമിച്ചതേയില്ല. സംഭവങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ക്രമത്തിന് ഉണ്ടാകാൻ വിട്ടുകൊണ്ട് ഭഗവാൻ നിശബ്ദമായിരിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് യാദവന്മാരുടെ ഇടയിൽ മദ്യപാനശീലം വ്യാപകമായി തീർന്നിരുന്നതുകൊണ്ട് ഇവർ പല സ്ഥലങ്ങളിലും പൊതുവെ അറിയാത്ത തരത്തിൽ മദ്യം വാറ്റി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ ഇരുമ്പലക്കയുടെ സാമ്പൻ്റെ സ്ത്രീവേഷം പ്രസവിച്ച ഇരുമ്പലക്കയുടെ ആവിർഭാവത്തോടുകൂടി വ്യാജമായി മദ്യം ഉണ്ടാക്കി കഴിക്കുന്നത് കൂടുതൽ വ്യാപകമായി. അങ്ങനെ വംശക്കാർ തമ്മിൽ 18 ശാഖക്കാരും തമ്മിൽ
യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുങ്ങി വന്നു. അയോധ്യ നഗരം അസഭ്യവർഷത്തിൽ മുങ്ങി. യാദവന്മാർ അന്യോന്യം കോരിച്ചൊരിഞ്ഞ അസഭ്യ വർഷത്തിൽ ദ്വാരകാപുരി മുങ്ങി. അതിൻ്റെ കോണിലൊരിടത്ത് ഭഗവാൻ ശാന്തനായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊരു അറുതി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വസുദേവർ അദ്ദേഹത്തിൻ്റെ പിതാവായ ശൂരസേനനോട് ആലോചിച്ച് മദ്യം നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉത്തരവ് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അതോടുകൂടി നിരോധിച്ചവരോടുള്ള അമർഷം പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ മദ്യം വാറ്റുന്നത് നിയമത്തെയും കൂടി വെല്ലുവിളിച്ചുകൊണ്ടുള്ള ധീരമായ ഒരു പ്രക്രിയയാക്കി അവരുയർത്തിക്കൊണ്ടുവന്നു. 18 ശാഖയായി പിരിഞ്ഞാണ് ഇവരോട് താമസിക്കുന്നത്. ആ 18 ശാഖകളും ഒന്നിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അന്യോന്യമുള്ള വൈരങ്ങളും ചെറിയ ചെറിയ അടിപിടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ അടിപിടിക്ക് കൂടുതൽ വ്യാപ്തി ഉണ്ടായി. അതിൽ ചേരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. മദ്യ നിരോധന ഉത്തരവ് ഒന്നുകൂടി ശക്തമായി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും മദ്യം വാറ്റുകയോ മദ്യം ഉപയോഗിക്കുകയോ ചെയ്യുന്നവരെ അവരുടെ കുടുംബത്തോടും ബന്ധുക്കളോടും കൂടി ശൂലത്തിൽ കയറ്റുന്നതാണ് എന്ന ഉത്തരവും കൂടി എല്ലായിടത്തും പരസ്യമായി അറിയിച്ചു. ആ ഉത്തരവിനും ഒരു മൂല്യവും യാദവന്മാർ കാണിച്ചില്ല. അവർ പഴയതുപോലെ തന്നെ മദ്യപാനത്തിൽ അതീവ ശ്രദ്ധയോടുകൂടിയും മദ്യ നിർമ്മാണത്തിൽ വാശിയോടുകൂടിയും ഏർപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഉത്തരവിന് യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ കുടിക്കുന്നവരുടെ ഉണ്ടാക്കുന്നവരുടെ കുടുംബത്തോടും ബന്ധുക്കളോടും കൂടി അവരെ ശൂലത്തിൽ കയറ്റി കൊല്ലും എന്ന് പറഞ്ഞിട്ടും മദ്യ നിർമ്മാണം വ്യാജമായി തുടർന്നുകൊണ്ടിരുന്നു. ആരെയെങ്കിലും ഈ ഉത്തരവ് ലംഘിച്ചതിന് ശൂലത്തിൽ കയറ്റി കൊന്നതായി ബന്ധുക്കളോടുകൂടി കുടുംബക്കാരോടുകൂടി ശൂലത്തിൽ കയറ്റി കൊന്നതിന് ഉദാഹരണങ്ങൾ മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് ഊഹിക്കാൻ വിട്ടുതരികയാണ് വ്യാസൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ തിരക്കും നഗരത്തിൽ ഉന്തും തള്ളും. എല്ലാ ശാഖക്കാരുടെയും പ്രധാന കേന്ദ്രത്തിൽ പ്രധാന കേന്ദ്രത്തിൽ ആളുകൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് തമ്മിൽ ശകാരിക്കുകയും കുറ്റങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരിക്കെ സാത്യകി, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉദ്ധവർ ദ്വാരകാപുരി വിട്ട് ദ്വാരകാപുരിക്ക് പുറത്തു പോയിരുന്നു. സാത്യകി അപ്പോഴാണ് കൃതവർമാവിനെ കണ്ടത്. ആക്രോശിച്ചുകൊണ്ട് സാത്യകി പറഞ്ഞു, പിടിക്കവനെ, അവനാണ് ഉറങ്ങിക്കിടന്നിരുന്നവരെ, ദ്രൗപദിയുടെ പുത്രന്മാരെയും ഉറങ്ങിക്കിടന്നിരുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരെയും യോദ്ധാക്കന്മാരെയും എല്ലാം അശ്വത്ഥാമാവിനോടുകൂടി വന്ന് കഴുത്തിന് ചവിട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് അശ്വത്ഥാമാവിനെ സഹായിച്ചവനാണ് ആ നിൽക്കുന്ന കൃതവർമ്മൻ എന്ന് പറഞ്ഞു. അവനെ പിടിക്കുക. എല്ലാവരും കൂടി ആക്രോശിച്ചുകൊണ്ട് കൃതവർമാവിൻ്റെ നേരെ ചെല്ലുകയും വാളുവരി കൃതവർമാവിൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു സാത്യകി. അതോടുകൂടി യാദവന്മാർ തമ്മിലുള്ള യുദ്ധവും അടികലശലും വ്യാപകമാവുകയായിരുന്നു. ഈ രംഗത്തൊന്നും
നാം പ്രതീക്ഷിച്ച ഒരാളെ മാത്രം കാണാനുണ്ടായിരുന്നില്ല. അത് ഭഗവാനായിരുന്നു. ഭഗവാൻ രുക്മിണിയുമായി അദ്ദേഹത്തിൻ്റെ മുറിയുടെ വരാന്തയിൽ ഇതെല്ലാം കണ്ടും കേട്ടും ഊഹിച്ചും സന്തോഷത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. രാജ്യത്തിൻ്റെ ഒരു അസന്തുലിതമായ അവസ്ഥയിൽ ഭഗവാൻ ഒന്നും ചെയ്യാനില്ലായിരുന്നു രാജാവെന്ന നിലയിൽ, അല്ലെങ്കിൽ ദ്വാരകയുടെ ഭരണം ഇത് അവസാനിക്കാറായി എന്ന് കൃത്യമായി ബോധ്യമുള്ള സമയത്ത് ഒന്നും ചെയ്യാനുണ്ടാകില്ല. ഇപ്പോൾ ഡോക്ടർ പറയും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് സമയമെടുത്തു, ഇവിടെ ചില മരുന്നൊക്കെ തരാം, അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നാളെ മരിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ അനുഭവത്തിലുണ്ട്. ആശുപത്രിയിൽ ഇനിയിപ്പോൾ കിടത്തേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറയുന്ന പോലെയാണ്. മരണം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അഥവാ മരണം നീണ്ടുപോയാലും ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ നാക്കുകൊണ്ട് സംസാരിച്ചിട്ട് പിന്നീട് ഒരു പ്രശ്നവും ലോകത്ത് ഉണ്ടാകാൻ പോകുന്നില്ലാത്ത വിധത്തിൽ ഒരുത്തൻ്റെ അന്ത്യം കുറിക്കപ്പെട്ട അവസ്ഥയിൽ പിന്നീട് ഒന്നും ചെയ്യാനില്ല. അതുപോലെ യാദവകുലം നശിക്കാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ഒരു ബോധ്യപ്പെടൽ ഉണ്ടായ സമയത്ത് അതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ ഒന്നുമില്ല. എങ്കിലും ഭഗവാൻ ആളുകൾ ശാന്തരായിരിക്കണമെന്ന് പിന്നീട് താഴത്തിറങ്ങി പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം ബഭ്രുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ വേഗത്തിൽ ഹസ്തനപുരിയിൽ പോയി അർജുനനോട് സന്നാഹങ്ങളോടുകൂടി വരാൻ പറയണം. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ബലരാമനും ശ്രീകൃഷ്ണനും പോകാനുള്ള സമയമായി. അതുകൊണ്ട് അർജുനനോട് വന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറയണം. ദസ്യുക്കളുടെ ആക്രമണമുണ്ടാകും. അപ്പോൾ ദസ്യുക്കളുടെ ആക്രമണത്തിന് സ്ത്രീകൾ വിധേയരാവാൻ പാടില്ല. ജീവനോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് നാം സംരക്ഷണം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എത്രയും വേഗം തേരോടിച്ച് ഹസ്തനപുരിയിൽ ചെന്ന് വിജയനോട് വേണ്ട സന്നാഹങ്ങളോടുകൂടി ഇവിടെ വരാൻ പറയണം. അപ്പോൾ ദ്വാരക കടലിൽ പോയിട്ടില്ല? ഇല്ല. സന്നാഹങ്ങളോടുകൂടി വരാൻ പറയണം എന്ന് അദ്ദേഹം ആളെ പറഞ്ഞയച്ചത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹം എന്ത് വിചാരിക്കുന്നുവോ ആ വിചാരത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തേർക്കുതിരകളെയും തേരും നയിച്ച ദാരുകനായിരുന്നു. ഈ ഉദ്ധവരോട് ഭഗവാൻ പോവാൻ പറയുന്ന സന്ദർഭമില്ലേ, അത് ഈ ഭാഗവതത്തിലൊക്കെ വളരെ പ്രസിദ്ധമായ ഉദ്ധവോപദേശം, അതിൻ്റെ എന്തെങ്കിലും ഒരു സൂചനകളോ ഉപദേശമായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല. കാരണം ഭഗവാൻ ഉപദേശിക്കാനുള്ളതെല്ലാം ഭഗവത്ഗീതയിൽ ജീവിതശാസ്ത്രം എന്നുള്ള നിലയിൽ ഉപദേശിച്ചു കഴിഞ്ഞു. മാത്രമല്ല വേറെ ഒരു സന്ദർഭത്തിലും ഭഗവാൻ ഒരു തരത്തിലും ഉള്ള തത്വചിന്താപരമായ ഉപദേശങ്ങൾ മഹാഭാരതത്തിൽ ഒരിടത്തും ആർക്കും നൽകുന്നില്ല. കാരണം അദ്ദേഹം ഒരു സാമ്പ്രദായിക രീതിയിലുള്ള സന്യാസിയല്ല. അതുവരെ കണ്ട് ശീലിച്ചു പോന്നിട്ടുള്ള നിലയിലുള്ള ഒരു കുടുംബസ്ഥനുമല്ല. ആളുകൾക്ക് പരിചയമുള്ള തരത്തിലുള്ള ഒരു പിതാവല്ല. അന്നത്തെ ലോകത്തിൽ ആളുകൾ പരിചയിച്ചു പോന്ന തരത്തിലുള്ള ഒരു ഭർത്താവുമല്ല, അങ്ങനത്തെ ഒരു നേതാവുമല്ല, അങ്ങനത്തെ ഒരു നായകനുമല്ല. തൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നു. തൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കണം ഭഗവാനെ സംബന്ധിച്ച്. രുക്മിണിയുടെയും സത്യഭാമയുടെയും പിന്നെ 10 പേരുടെയും ഭർത്താവായിരുന്നു. ഈ 10 പേരുടെയും ഭർത്താവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭർത്താവേ ആയിരുന്നില്ല. ദ്വാരകയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ജീവിയുടെയും നേതാവായിരുന്നില്ല. ഈ വ്യത്യാസമുണ്ട്.
ഗാന്ധാരി ശപിച്ചപ്പോൾ ഗാന്ധാരിയുടെ ശാപത്തിന് പുല്ലുവില പോലും അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. ആ പുല്ലുവില പോലും ഇപ്പോഴും അദ്ദേഹം കൽപ്പിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഇറങ്ങി നടന്ന് ഇതിലൊക്കെ നടന്നിട്ട് ശൂരസേനൻ ചോദിക്കും വസുദേവരോട്, കേശവനോടെ, കൃഷ്ണനവിടെ എന്ന് ചോദിക്കും. ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇദ്ദേഹം അവിടെയൊന്നും ഹാജരാവുന്നതേയില്ല. കാരണം തൻ്റെ കർമ്മങ്ങൾ, ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പിന്നെയും എന്തോ ചെയ്യാനുണ്ട് എന്ന തോന്നൽ സാധാരണ മനുഷ്യൻ്റെ തോന്നലാണ്. ഇവിടെ താൽക്കാലികമായ ഒരു ധാർമ്മിക വ്യവസ്ഥ സ്ഥാപിക്കണമെന്നാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. അത് സ്ഥാപിച്ചു കഴിഞ്ഞു. മാഷെ, ഈ തൻ്റെ കുലം നശിക്കുമ്പോഴുണ്ടാവുന്ന ഭഗവാന്റെ ഈ നിസ്സംഗത എന്ന് വെച്ചാൽ പ്രകൃതിയിൽ സ്വാഭാവികമായും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. താൻ അതിന് തൻ്റെ ശക്തി കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തേണ്ടതോ ആ സ്വാഭാവികമായ പരിണതിയിൽ പൊക്കോട്ടെ എന്ന ഒരു ജ്ഞാനിയുടെ നിസ്സംഗതയല്ലേ? തനിക്ക് കുലവുമില്ല, തനിക്ക് വംശവുമില്ല, ഗോത്രവുമില്ല, ജാതിയുമില്ല, മതവുമില്ല. താൻ ഒന്നിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ആസ്തിക പക്ഷത്തു നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഇത്രയും ധർമ്മത്തിൻ്റെ വക്താവായിരുന്ന ഭഗവാന്, ധർമ്മത്തിൻ്റെ പ്രതീകമായിരുന്ന ഭഗവാന്, താൻ നിലനിന്ന ഒരു ചുറ്റുപാടിലേക്ക് പോലും ആ ധർമ്മത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ. ധർമ്മത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ട സമയമുണ്ട്, ധർമ്മത്തിൻ്റെ ആശയങ്ങൾ മിണ്ടാതിരിക്കേണ്ട സന്ദർഭമുണ്ട്. ഇത് മിണ്ടാതിരിക്കേണ്ട സന്ദർഭമാണ്. മിണ്ടാതിരിക്കുന്നതാണ് മിണ്ടുന്നതിനേക്കാൾ ഔചിത്യം, ഉപദേശിക്കാതിരിക്കുന്നതാണ് ഉപദേശിക്കുന്നതിനേക്കാൾ ഔചിത്യം എന്ന് ഒരാൾക്ക് ധൈഷണികമായി ബോധ്യപ്പെട്ടാൽ പിന്നെ അയാൾ മിണ്ടാതിരിക്കണം. പൊതുവേ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയല്ല കാണുന്നത്. അപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കഥകളും ഉദാഹരണങ്ങളും. ആളുകൾ മരിച്ചു കിടക്കുന്നിടത്ത് ചെന്നാൽ പോലും ഓരോന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും ഇങ്ങനെ ഉദാഹരണം പറയും. എൻ്റെ ഒരു ബന്ധുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു, അയാളുടെ സംസ്കാരം നടക്കാൻ പോകുന്നു. ആളും ഇയാളുടെ മെഡിക്കൽ കോളേജിലെ ഒരു സുഖമില്ലാതെ കിടന്ന രോഗിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് എഴുന്നിട്ട് സ്വന്തം കാര്യത്തിൽ പോകണം, അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യണം. അതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. മിണ്ടുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ദുഃഖമുള്ള ആളുകളുണ്ടാകും കൂടെ. അല്ലെങ്കിൽ തന്നെയും മരണത്തെ ബഹുമാനിക്കാൻ മരിക്കാതെ നിൽക്കുന്നവന് ചുമതലയുണ്ട്. കാരണം നമുക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഏതോ ഒരു തീരുമാന കേന്ദ്രത്തിൽ നിന്ന്, ഒരു ചിന്താകേന്ദ്രത്തിൽ നിന്ന്, ഇതിൻ്റെ എല്ലാം സംവിധാന കേന്ദ്രത്തിൽ നിന്ന് സ്വയം വന്നിരിക്കുന്ന ഒരു വാറണ്ടാണിത്. മരണ വാറണ്ട്. ആരയച്ചെന്നറിഞ്ഞുകൂടാ, ആരുടെ വകയാണെന്നറിഞ്ഞുകൂടാ. പക്ഷേ അനുഭവത്തിൽ സാധനമുണ്ട്. അപ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? അതിൽ അസാധാരണമായ എന്തോ ഒന്നുള്ളതുകൊണ്ട് അതിനെ ദിവ്യം എന്ന് വിളിക്കാമെങ്കിൽ ഏതോ ഒരു ദിവ്യമായ കേന്ദ്രത്തിൽ നിന്ന് ഇവൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടുള്ളതിൻ്റെ വാറണ്ട് ആണ് മരണമായിട്ട് വരുന്നത്. ഇത് എല്ലാവരുടെയും പേരിൽ വരും. ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. അപ്പോൾ ആ വന്ന വാറണ്ട് അയച്ച കേന്ദ്രത്തെ, അല്ലെങ്കിൽ എവിടെ നിന്ന് സ്വയം വന്നുമോ ആ കേന്ദ്രത്തെ ധ്യാനിച്ചുകൊണ്ട് ശാന്തമായിരിക്കേണ്ടുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് മരണത്തിൽ പങ്കെടുക്കുന്ന മുഹൂർത്തം. അവിടെ നിന്നുകൊണ്ട് ഇതിനു മുമ്പ് മരിച്ചവരുടെ ലിസ്റ്റും, ഇതിനു മുമ്പ് മരിച്ചവരുടെ രോഗവും, അവർ ചികിത്സിച്ച ഡോക്ടർമാരുടെ പേരും ആ ആശുപത്രിയുടെ പേരും ഒന്നും പറയേണ്ട സന്ദർഭമല്ല. അത് മിണ്ടാതിരിക്കണം. അതുപോലെ മിണ്ടാതിരിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഭഗവാന്റേത്. മിണ്ടുന്നത് പോലെ തന്നെ പ്രധാനമാണ് മിണ്ടാതിരിക്കുന്നത്. അല്ല, മിണ്ടുന്ന സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് ധാരാളം ഉണ്ടായിട്ടില്ലേ? ഈ യാദവകുലം ഈ ഐശ്വര്യ മതത്തിലേക്ക് വന്നതും ഇവർക്കൊരു ധാർഷ്ട്യ, ഇത്തരത്തിലുള്ള ഈ മദ്യമാറ്റും, ഇതൊക്കെ ഭഗവാന്റെ കൺമുന്നിലാണ് നടന്നത്. അവിടെയൊക്കെ ഭഗവാൻ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അവിടെ എല്ലാം ഇടപെട്ടിട്ടുണ്ട്. അതാത് സമയത്ത് നിയന്ത്രിക്കാനായില്ലേ? അപ്പോൾ താൽക്കാലികമായി നിയന്ത്രിക്കപ്പെടും. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തി ഇടപെട്ടാൽ കൂടി ഈ പ്രപഞ്ചഗതിയിൽ ഇത്രയൊക്കെ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിലൊന്നും മനുഷ്യൻ ഇടപെടേണ്ട കാര്യമില്ല
എന്നുള്ള ഒരു ജീവിത സിദ്ധാന്തം ഭാരതത്തിൽ ഉടലെടുത്തു വന്നത്. അതുകൊണ്ടാണ് ലീല എന്നുള്ള സങ്കല്പം വന്നത്. ഇതിങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഇത് 85,000 യോഗാസനങ്ങൾ ചെയ്യും. 85,000 യോഗാസനങ്ങളും അറിയാം. ആ 85,000 യോഗാസനങ്ങളും ചെയ്ത് അങ്ങനെ ചത്തുപോയി. അപ്പോൾ യോഗാസനങ്ങളുടെ ശക്തി ഇവിടെ പോയി, ഒരു പ്രയോജനമില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിലെ ചില തിക്തതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളുണ്ടാകും. ആ പരിഹാര മാർഗങ്ങൾ ഉപദേശിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉപദേശിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ സ്വയം ശീലിച്ച് ആ മേഖലകളിലേക്ക് തുറക്കപ്പെടാത്ത ജീവിതത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ, ലോകത്തിൻ്റെ തുറക്കപ്പെടാത്ത മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരം ഒരുക്കി തന്ന് അതിൻ്റെ താക്കോൽ നിന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് ഈ 84,999 +1 ചെയ്യുന്നതിനേക്കാൾ അത്യുന്നതമായ നിലയിൽ ഇരിക്കത്തക്ക വിധത്തിൽ ഉള്ള യോഗ മുറകൾ ഉപദേശിച്ചിട്ടുണ്ട് ഭഗവാൻ തന്നെ. അത് യോഗാസനങ്ങളല്ല. ഇത് ഞാൻ പണ്ട് നിനക്ക് ഉപദേശിച്ചതെന്നാണെന്ന് പറയും. ആ പണ്ട് ഉപദേശിച്ച കാര്യം തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചു കൊടുക്കുന്നത്, ഉപദേശിച്ചു കൊടുക്കുന്നത്. ഏതാണ്ട് 25ഓളം ജന്മങ്ങൾ അതിനുശേഷം പിന്നെയും കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട്. അന്ന് ഉപദേശിച്ചു തന്നതാണ്. നീ അത് മറന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നീ യോഗിയല്ല, അതുകൊണ്ട് നീ അത് മറന്നു. ഞാൻ യോഗിയായതുകൊണ്ട് അതിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വസ്ത്രം മാറുന്നത് പോലെ മാറി മാറി പോരുകയാണ്. വസ്ത്രം മാറിയ കാര്യം വസ്ത്രം മാറിയ ആൾ മറക്കില്ല. ഇയാൾക്ക് അതിനുള്ള സിദ്ധിയില്ലായിരുന്നതുകൊണ്ട് അർജുനനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഉപദേശം എന്ന് പറയുന്നതും തത്വചിന്ത അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നതും പ്രപഞ്ചത്തിൻ്റെ ഗണിതശാസ്ത്രം എന്ന് പറയുന്നതും സന്ദർഭത്തിലും അസന്ദർഭത്തിലും അവസരത്തിലും അനവസരത്തിലും കയറി ഉപദേശിക്കാനുള്ളതല്ല. അങ്ങനെ ഉപദേശിക്കുന്നവരുമുണ്ട്. ഈ ദ്വാരകയുടെ പതനവും കൃഷ്ണന്റെ മൗനവും വ്യാസൻ രേഖപ്പെടുത്തുന്നുണ്ടോ മാഷേ? കൃഷ്ണൻ അപ്പോൾ മൗനിയായിരുന്നു, അങ്ങനെ ഒരു ചിത്രീകരണോ? അല്ലെങ്കിൽ കൃഷ്ണൻ അവിടെ ഉണ്ട്, കൃഷ്ണനൊന്നും ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതല്ലേ അർത്ഥം. അതിനൊരു താത്വികമായ പരിവേഷമൊന്നും വ്യാസൻ കൊടുക്കുന്നില്ല, കഥ പറഞ്ഞു പോവുകയാണ്. കഥ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അതിന് സ്വന്തം താത്വിക പരിവേഷമുണ്ട്. എന്തായാലും തുടങ്ങിയ ഒരു സാധനം അവസാനിക്കുമല്ലോ. അങ്ങനെ ഇവരുടെ വംശം അവസാനിക്കാനുള്ള സമയമാണിത്. ആ വംശം അവസാനിക്കാനുള്ള സമയത്ത് പിന്നെയും കയറി തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. മാഷ് അത് പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ കൃഷ്ണന്റെ മൗനത്തെ കുറിച്ച് വ്യാസൻ ഇനി പറയേണ്ടതില്ല. പറയണ്ടല്ലോ, നേരിട്ട് പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ മൗനത്തിലായിരുന്നു, നേരിട്ട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇതിലൊന്നും ഇടപെടുന്നില്ല, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവസാനം ഒന്ന് ഇടപെട്ട് ചെറുതായിട്ട്. അത് ഇവരെ കൊന്നു തീർക്കാൻ വേണ്ടി ഇടപെട്ടതാണ്. അപ്പോൾ മകനെയും മകൻ്റെ മകനെയും എല്ലാം അദ്ദേഹം തന്നെ ഇറങ്ങി തല്ലിക്കൊന്നു. സമയം കൂടുതലില്ലാത്തതുകൊണ്ട് ചെയ്ത പണിയാണ്. അപ്പോൾ അതിന് വിഷമമില്ല. അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ അന്ത്യത്തെ സംബന്ധിക്കുന്ന ഇടപെടലാണ് ആ നടക്കുന്നത്. അത് ആര് തടഞ്ഞാലും നിൽക്കില്ല. എന്താണ്? പ്രപഞ്ചത്തിൻ്റെ സ്വന്തം നിയമങ്ങളുണ്ട്. അതിനിടയ്ക്ക് വരുന്ന നിയമരാഹിത്യത്തെയാണ് അവതാരപുരുഷന്മാർ വന്ന് കറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരിപ്പെടുത്തുന്നത്.